മഹാറാണിയുടെ സൗന്ദര്യം കൂട്ടാനായി എസബെല്ല മഹാറാണിയുടെ മുഖത്ത് മരുന്നുകൾ തേക്കുന്നു. അത് അവസാനം പാണ്ടായി മാറുകയും മഹാറാണിയും മഹാറാണിയുടെ തോഴിയും ഇസബെല്ലയെ ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കേട്ട് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് മഹാറാണിയെ വണങ്ങി ദയവായി എന്നെ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹാറാണി നെട്ടിക്കൊണ്ട് നീയോ എന്ന് ചോദിക്കാണ് ചെയ്യുന്നത്. ഇവിടെ വരെയാണ് നമ്മൾ എപ്പിസോഡ് 7 വൈൻഡപ്പ് ചെയ്തത്. അപ്പൊ നമുക്ക് ബാക്കി കഥയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ മഹാറാണിയുടെ അത്ഭുതകരമായ ചോദ്യം കേൾക്കുന്ന നമ്മുടെ ഹീറോ ആയുർവേദ മരുന്നിനെ കുറിച്ച് ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ട്, അത് വെച്ച് ചിലപ്പോൾ എനിക്ക് മാറ്റാനായാൽ ഇസബെല്ലയെ വെറുതെ വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ദയവായി എന്നെ അനുവദിക്കണം എന്നും പറയുന്നുണ്ട്. അത് കേട്ട എല്ലാവരും അവളെ നോക്കാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജകുമാരനെ കല്യാണം കഴിക്കുമെന്ന് പറയുന്ന മന്ത്രിയുടെ മകളെയും പിന്നെ അവളുടെ വേലക്കാർ പിടിച്ചു വെച്ച എലേനയുമാണ്. അപ്പൊ യുവറാണിയാകാൻ ആഗ്രഹിക്കുന്ന മന്ത്രിയുടെ മകൾ ഇത്രകാലം രാജകുമാരൻ എന്റേതാണെന്നാണ് ഞാൻ കരുതിയേ. എന്നാൽ ഇപ്പോ അതെല്ലാം മാറുന്നത് പോലെ അതിനുള്ള വഴി രാജ്ഞിയുടെ കൂടെ ഇരിക്കാനും അവരുടെ ആവശ്യം നടത്താനും നാം അവസരങ്ങൾ ഉണ്ടാക്കണം. ഇത് കേൾക്കുന്ന എലൈന എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട മന്ത്രിയുടെ മകൾ ദേഷ്യത്തോടെ സംസാരിക്കുന്നു പറയുന്നു. അപ്പൊ എലൈന പേടിച്ചോണ്ട് അങ്ങ് ഓർമ്മ വന്നു, ഇതുപോലത്തെ കാര്യം ചെയ്യണമെങ്കിൽ ഒരാൾക്കേ പറ്റൂ എന്ന് പറയുമ്പോ മന്ത്രിയുടെ മകൾ അത് ആർക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മഹാറാണിയുടെ മുഖത്തെ പാടുകൾ പോവാൻ മരുന്ന് പരത്തി കൊടുക്കുന്ന നമ്മുടെ ഹീറോയെയാണ്. അപ്പം മഹാറാണി കണ്ണാടിയിൽ നോക്കിയിട്ട് പാടുകളെല്ലാം പോയില്ലെങ്കിലും മുമ്പത്തേതിനേക്കാൾ കുറവുണ്ട്, നിന്നെ കണ്ടിട്ട് അല്പം വിവരമുണ്ടെന്ന് തോന്നുന്നല്ലോ, നിന്നെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയെ അഭിനന്ദിക്കുന്നു. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോ വളരെ ആദരവോടെ അഭിനന്ദനത്തിന് നന്ദി, 6 മണിക്കൂർ കഴിയുമ്പോൾ ഈ പാടുകൾ പൂർണ്ണമായും മായും എന്ന് പറയുന്നുണ്ട്. അത് കേട്ട മഹാറാണി ഒന്ന് ചെറുതായി നമ്മുടെ ഹീറോയെ നോക്കി ചിരിക്കുന്നു. എന്നാൽ ആ മുറിയുടെ പുറത്ത് നമ്മുടെ എസബെല്ലയ്ക്ക് ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വാതിൽ തുറന്ന് നമ്മുടെ ഹീറോ വന്നത്. നമ്മുടെ ഹീറോയെ പോവാൻ നോക്കുമ്പോ എസബെല്ല പുറകിന്ന് ഒരു നിമിഷോ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട നമ്മുടെ ഹീറോ തിരിഞ്ഞ് ഇനി എന്നെ എന്താക്കാനാ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ എസബെല്ല ഞാൻ നന്ദി പറയാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ അത്ഭുതത്തോടെ അവളെ നോക്കാണ് ചെയ്യുന്നത്. അത് കണ്ടതുകൊണ്ട് എസബെല്ല നീ ഇപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ കൊണ്ടുപോയേനെ, ഞാൻ ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു, ഞാൻ ചെയ്തതിന് പകരം നീ എനിക്ക് എന്ത് ശിക്ഷ വേണേലും തന്നു എന്ന് പറയുന്നുണ്ട്. അത് കേട്ട നമ്മുടെ ഹീറോ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് ഞാൻ തീർച്ചയായും ശിക്ഷ തരാൻ പോവാണ് എന്ന് പറയുമ്പോ നമ്മുടെ എസബെല്ല പേടിച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ നീ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പോ ചെയ്തതെല്ലാം വളരെ വിഡിത്തമാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന എസബെല്ലയും നമ്മുടെ ഹീറോയും ചിരിക്കാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഹീറോ ശരി പോവാന്ന് പറഞ്ഞ് എസബെല്ലയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് മുഖം തുണി കൊണ്ട് മറച്ച നമ്മുടെ മഹാറാണിയെയും അവരുടെ തോഴിയെയുമാണ്. തോഴി മഹാറാണിയോട് രാജകുമാരൻ അവളെ യുവറാണിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിലിനി മാറ്റമുണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല, അവൾ ചെയ്യുന്ന പല കാര്യത്തിനും അവൾക്ക് പ്രത്യേകതയുണ്ടെന്ന് നമ്മുടെ ഹീറോയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയാണെങ്കിൽ ഇസബെല്ലയുടെ കൈയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നടക്കാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മന്ത്രിയുടെ മകളും എലൈനയും അവളുടെ 2 ഭടന്മാരും നമ്മുടെ ഹീറോയ്ക്ക് എതിരായി വരുന്നു. എലൈന നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം മന്ത്രിയുടെ മകൾ നീയാണല്ലേ രാജകുമാരനെ മഴക്കിയ ആ അഹങ്കാരി എന്ന് നമ്മുടെ ഹീറോയെ നോക്കി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ മുഖം പിടിച്ചിട്ട് അവളുടെ മോന്ത കണ്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ പുറകോട്ട് തള്ളുന്നു. എന്നിട്ട് രാജകുമാരനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്ക, അതും വെറും വേലക്കാരിയായി നീ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഇസബെല്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞ് ഇടക്ക് കയറുന്നു. ഇത് കേട്ട എലൈന ദേഷ്യത്തോടെ നീ എന്തിനാ അവരോട് ആവശ്യമില്ലാതെ സംസാരിക്കുന്നേ, ഇത് നിന്റെ പ്രശ്നമല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇസബെല്ലയും ദേഷ്യത്തോടെ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമല്ലേ, ഇതിനു മുമ്പുള്ള കാര്യമൊക്കെ നീ മറന്നുപോയോന്ന് എലൈനയോട് ചോദിക്കുന്നുണ്ട്. അപ്പം മന്ത്രിയുടെ മകൾ ഇസബെല്ലയുടെ മുഖത്തടിച്ചിട്ട് നീ ആരാ, എൻ്റെ മുന്നിൽ ഇത്ര അഹങ്കരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്ന് പറഞ്ഞ് തൻ്റെ ഭടന്മാരോട് നമ്മുടെ ഹീറോയെയും ഇസബെല്ലയെയും പിടിച്ചുകൊണ്ടു പോകാൻ ഉത്തരവിടുന്നു. അപ്പോൾ എലൈന ഈ നാട്ടിലെ മന്ത്രിയുടെ മകളാ നിന്റെ മുന്നിലുള്ളതെന്ന് നീ മറന്നോ, ഇവരാണ് രാജകുമാരനെ കല്യാണം കഴിച്ച് റാണിയാവേണ്ടത്. മന്ത്രിയുടെ മോളെ പൊക്കി പൊക്കി പറഞ്ഞ് ആകാശത്ത് കയറ്റാണ് എലൈന ചെയ്യുന്നത്.
ഇത് കേട്ട നമ്മുടെ ഹീറോ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, നിങ്ങൾ പ്രധാനമന്ത്രിയുടെ മോളാണെങ്കിലും ശരി, നിങ്ങൾ കാരണം എന്താണെന്ന് പറഞ്ഞു തരണം, ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണമെന്നും താഴ്മയോടെ പറയുന്നുണ്ട്. അത് കേട്ട മന്ത്രിയുടെ മകൾ, നീ രാജകുമാരനെ കല്യാണം കഴിക്കാൻ പോകുന്നെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അത് ശരിയല്ലെങ്കിൽ പിന്നെ ഞാനതെങ്ങനെ അറിയും? ഇത്രയും സൗന്ദര്യമുള്ളതുകൊണ്ടല്ലേ നിനക്ക് അതിന് കഴിയുന്നത് എന്ന് ഹീറോയോട് പറഞ്ഞ് എലൈനയെ നോക്കുന്നു. അപ്പോൾ എലൈന ഒരു കത്തിയുമായി വന്ന് നമ്മുടെ ഹീറോയുടെ കഴുത്തിൽ വെക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഹാറാണി വന്നിട്ട് നിർത്തൂ എന്ന് പറയുന്നു. അത് കേൾക്കുന്ന എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നു. എന്നിട്ട് മഹാറാണി മന്ത്രിയുടെ മകളോട്, നിന്നോടാരാ ഈ വിഷയത്തിൽ തലയിടാൻ പറഞ്ഞത്? ആരാണ് നിനക്ക് അതിന് അനുവാദം തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. മഹാറാണിയുടെ മുഖത്ത് തുണിയിട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്കും ഇസബെല്ലയ്ക്കുമല്ലാതെ ആർക്കും അത് മഹാറാണിയാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ മകൾ നമ്മുടെ മഹാറാണിയെ നോക്കി, നിന്നെ പോലെ ഒരു വേലക്കാരി എന്നെ എതിർത്ത് സംസാരിക്കുന്നു എന്ന് അഹങ്കാരത്തോടെ പറയുന്നു. അത് കേട്ട മഹാറാണിയുടെ തോഴി, നീ എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മന്ത്രിയുടെ മകൾ, രാജകുമാരൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെയാണ്, അതിനെതിരെ എന്ത് നടന്നാലും ഞാൻ ചോദ്യം ചെയ്തിരിക്കുമെന്ന് വളരെ അഹങ്കാരത്തോടെ വീണ്ടും പറയുന്നുണ്ട്. അത് കേട്ട മഹാറാണിയും ദേഷ്യത്തോടെ, നീ ഇപ്പൊ ആരോട് എന്താ സംസാരിക്കുന്നതെന്ന് നിനക്കറിയില്ല എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ മന്ത്രിയുടെ മകളും, നീയും ഇവളെ പോലെ ഒരു വേലക്കാരിയാണ്, എന്നാൽ ഇവളെക്കാളും കുറച്ച് പദവി നിനക്ക് കൂടുതലുണ്ടെന്ന് കരുതി എന്നെ എതിർക്കാൻ മാത്രം നിനക്ക് ഇങ്ങനെ ധൈര്യം വന്നു എന്ന് മഹാറാണിയോട് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നു. അതോടൊപ്പം മഹാറാണിയെ കെട്ടിയിടാൻ എലൈനയോട് ഉത്തരവിടുന്നു. എലൈന അങ്ങോട്ടേക്ക് പോകുമ്പോ മഹാറാണിയുടെ തോഴി, നീ എന്താ ചെയ്യുന്നേ, ഇത്രയ്ക്ക് അഹങ്കാരം എന്ന് പറഞ്ഞ് ഇടക്ക് കയറുന്നു. ഇത് കണ്ട എലൈന തോഴിയെ തള്ളി മാറ്റി മഹാറാണിയെ പിടിക്കുന്നു. ഇത് കണ്ട മഹാറാണി, നിന്റെ മനസ്സ് ഇത്ര മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്നെല്ലാം മന്ത്രിയുടെ മോളോട് പറയുന്നുണ്ട്. ഇത് കേട്ട അവൾ പുച്ഛത്തോടെ, നീ ആരാ, ഈ നാടിന്റെ മഹാറാണിയാണെന്നാണോ നിന്റെ വിചാരം? വായിലുള്ളതെല്ലാം വിളിച്ചു പറയാനെന്ന് പറഞ്ഞ് മഹാറാണിയുടെ മുഖത്തെ തുണി മാറ്റുന്നു. ആ പാടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മഹാറാണിയെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വീണ്ടും വായിൽ വരുന്നതെല്ലാം മഹാറാണിയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ, കൊട്ടാരത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കേണ്ടത് മഹാറാണിയാണ്, അവരുടെ അധികാരത്തിൽ കൈകടത്തുന്നത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മന്ത്രിയുടെ മകളാണെന്ന അഹങ്കാരത്തോടെ, എന്നെ പോലുള്ളവരെ എനിക്ക് ജോലിയിൽ നിർത്താൻ പറ്റില്ല, വേഗം അതെനിക്ക് തരൂ എന്ന് ഭടന്മാരോട് പറയുമ്പോൾ അവർ ഒരു ചാട്ടവാറ് കൊടുക്കുന്നു. അപ്പോ ഇസബെല്ല അവിടെ നിന്ന് രാജകുമാരന്റെ അടുത്തേക്ക് ഓടിപ്പോവുന്നു. പിന്നെ കാണിക്കുന്നത് അടുത്ത ആഴ്ച നടക്കുന്ന ചടങ്ങിനെ പറ്റി സംസാരിക്കുന്ന നമ്മുടെ റയാനെയും അവിടുത്തെ മിനിസ്റ്ററെയും രണ്ട് ഭടന്മാരെയുമാണ്. അപ്പോഴാണ് ഇസബെല്ല ഓടി റയാന്റെ മുന്നിൽ നിൽക്കുന്നത്. അത് കണ്ട മിനിസ്റ്റർ, രാജകുമാരൻ നടക്കുമ്പോ മുമ്പിൽ വന്ന് നിൽക്കരുതെന്ന് നിനക്കറിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇസബെല്ല, അവിടെ വലിയൊരു തെറ്റ് നടക്കാണ്, പെട്ടെന്ന് വന്ന ആളെ രക്ഷിക്കാൻ പറ്റൂ, നമ്മുടെ റയാനെ നോക്കി അങ്ങനെ പറയുമ്പോ ഇത് കണ്ട റയാൻ, എന്താണ് സംഭവിക്കുന്നത്, ആരാണ് കാരണക്കാർ എന്ന് ദേഷ്യത്തോടെ ഭയങ്കര സ്വരത്തിൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രാജകുമാരൻ അങ്ങോട്ടേക്ക് വേഗത്തിൽ പോകുന്നു. പിന്നെ കാണിക്കുന്നത് മന്ത്രിയുടെ മകൾ നമ്മുടെ മഹാറാണിയെ അടിക്കാൻ പോകുന്നതാണ്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോ ഭടന്മാരുടെ കൈവിട്ട് മഹാറാണിയുടെ മുമ്പിൽ നിന്ന് ആ അടി വാങ്ങുന്നു. ഇത് കണ്ട നമ്മുടെ ഹീറോയോട്, നീ എന്നായി ചെയ്യുന്നതെന്ന് സഹതാപത്തോടെ മഹാറാണി ചോദിക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹീറോ, ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് മഹാറാണിയോട് പറയുന്നുണ്ട്. അപ്പൊ മന്ത്രിയുടെ മകൾ, എന്നിട്ടും നിന്റെ അഹങ്കാരം തീർന്നില്ലേ, ഇത് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാനായിട്ട് പോകുമ്പോ മഹാറാണി, നിർത്താൻ, ഇനിയും ചെയ്താൽ നീ അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾ അഹങ്കാരത്തോടെ, നീയും ഒരു വേലക്കാരി, എന്നെ എതിർക്കാൻ നിനക്ക് എത്ര ധൈര്യമുണ്ടെന്ന്, മഹാറാണിയുമായി കൂടുതൽ അടുപ്പം എനിക്കാണെന്ന് മഹാറാണിയോട് തന്നെ പറയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ റയാനും ആളുകളും അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് റയാൻ, മതി, നിർത്ത്, നിനക്ക് ആരാ ഇതിന് അധികാരം തന്നേന്ന് ഉറക്കെ ചോദിക്കുമ്പോ മന്ത്രിയുടെ മകൾ രാജകുമാര എന്ന് പറഞ്ഞു വണങ്ങുന്നു. അപ്പോ റയാന്റെ പുറകിലുള്ളവർ മഹാറാണിക്ക് വന്ദനം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹീറോയും അങ്ങനെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട മന്ത്രിയുടെ മകൾ, മഹാറാണിയോ, അവർ എന്തിനാണ് ഇങ്ങനെ ഒരു വേഷത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് മഹാറാണിയെ നോക്കാണ് ചെയ്യുന്നത്. അപ്പൊ എലൈനയും, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തലകുനിക്കുന്നു. ഇതെല്ലാം കണ്ട മഹാറാണിയുടെ തോഴി, ഞാൻ പറഞ്ഞിട്ട് എന്റെ വാക്കിനൊരു വിലയും തന്നില്ലല്ലോ, മഹാറാണിക്ക് ഈ അവസ്ഥയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറയാണ് ചെയ്യുന്നത്.
അപ്പൊ തന്നെ മന്ത്രിയുടെയും മകൾ ഞാൻ അറിയാതെ ചെയ്തതാണെന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മഹാറാണിയുടെയും മഹാരാജാവിന്റെയും കാലിൽ വീഴുന്നു. അപ്പൊ ഇത് കണ്ട നമ്മുടെ ഹീറോ മഹാരാജാവോ എന്ന് പറഞ്ഞ് നമ്മുടെ റയാനെ നോക്കുന്നു. അപ്പൊ റയാൻ മഹാറാണിയെ നോക്കുമ്പോ മഹാറാണി പുറകോട്ട് എന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നു. ഇത് കണ്ട നമ്മുടെ റയാൻ പുറകിലുണ്ടായിരുന്ന മിനിസ്റ്ററെ നോക്കി അങ്ങയുടെ മുമ്പിൽ തെറ്റ് നടന്നതിന് എല്ലാവരോടും ക്ഷമിക്കണം, ഇനി അവർ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പം മിനിസ്റ്ററിന് ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് റയാൻ മുഖം കൊണ്ടൊക്കെ കാണിച്ചപ്പോ മിനിസ്റ്റർ എത്ര ധൈര്യത്തിലാ നിങ്ങൾ ഈ നാടിന്റെ രാജ്ഞിയെ ഉപദ്രവിച്ചേ എന്ന് മന്ത്രിയുടെ മോളോട് പറയുന്നുണ്ട്. അപ്പൊ റയാനും എല്ലാവരും മാപ്പ് പറയാനെന്ന് പറയും. അത് കേട്ട മന്ത്രിയുടെ മകൾ ഞാൻ ചെയ്തത് തെറ്റായി പോയി, ഇവളാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് എലൈനയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ എലൈന നിങ്ങളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞെന്ന് പറയുമ്പോ മന്ത്രിയുടെ മകൾ കൈവീശിക്കൊണ്ട് വാ മൂടി മിണ്ടാതിരിക്കാൻ പറയുന്നു. അപ്പൊ മഹാറാണി ഇങ്ങനെയൊരു തെറ്റ് ചെയ്താൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ എലൈന അങ്ങനെ പറയരുത്, അതെല്ലാം എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഇവളാ, അവളെ ശിക്ഷിക്കോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭടന്മാർ അവളെ കൊണ്ടുപോകുന്നു. അപ്പം മന്ത്രിയുടെ മകളെ എഴുന്നേറ്റ് നീ എന്താ വിചാരിച്ചിരിക്കുന്നേ എന്ന് നമ്മുടെ ഹീറോയോട് ദേഷ്യത്തോടെ പറയുമ്പോഴത്തേക്കും മഹാറാണി നിന്നോട് നിർത്താനാ പറഞ്ഞേ, നിനക്ക് നല്ല മനസ്സുണ്ടെന്നാ ഞാൻ കരുതിയേ, പക്ഷെ എനിക്ക് തെറ്റി, ഇങ്ങനത്തെ പൊട്ട ബുദ്ധി കൊണ്ട് ഒരിക്കലും നീ രാജ്ഞിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഭടന്മാർ അവളെയും കൊണ്ടുപോകുന്നു. എന്നിട്ട് മഹാറാണി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുന്ന റയാനോട് പതിയെ പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ റയാനും അവരുടെ പുറകെ പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇസബെല്ലയും നമ്മുടെ ഹീറോയും എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഇസബെല്ല ഇവരൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കുമ്പോ നമ്മുടെ ഹീറോ അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ പോവുമ്പോ നമ്മുടെ റയാൻ പുറകീന്ന് വിളിക്കുന്നു. അത് കേട്ട് നമ്മുടെ ഹീറോ തിരിഞ്ഞ് നിങ്ങൾ വന്നോ, അവർ നിങ്ങളെ ശിക്ഷിച്ചില്ലേ എന്ന് ചോദിച്ച് റയാന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ റയാൻ അങ്ങനെയൊന്നുമില്ല, ഇവിടെ വലിയൊരു ചടങ്ങ് നടക്കാൻ പോവാണ്, അതിനു വേണ്ടിയാ എന്നോട് സംസാരിക്കാൻ പറഞ്ഞെന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോ ചിരിച്ചോണ്ട് സന്തോഷം എന്ന് പറയുന്നു. അപ്പൊ റയാനും സന്തോഷത്തോടെ നീ ഇതിൽ വിജയിച്ചു കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മുടെ മഹാറാണിയും റയാനുമാണ് ഉണ്ടായിരുന്നത്. അവിടെ മഹാറാണി നമ്മുടെ ഹീറോയെ വിജയിച്ചെന്ന് പറഞ്ഞപ്പോ നമ്മുടെ റയാൻ എഴുന്നേറ്റ് ശരിക്കുമോ, എനിക്ക് സന്തോഷം, ഞാൻ അവളോട് ഇപ്പൊ തന്നെ പോയി ഞാൻ ആരാണെന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ മഹാറാണി തിരക്ക് കൂട്ടണ്ട, ഇവിടെ നടക്കുന്ന ചടങ്ങിൽ എല്ലാവരുടെ മുമ്പിലും പറയാന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അമ്മയ്ക്ക് അവളെ പൂർണ്ണ വിശ്വാസം വരുമെന്നൊക്കെ നമ്മുടെ ഹീറോയെ പറ്റി റയാൻ അവിടെ പറയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയെയും റയാനെയും തന്നെയാണ്. അപ്പൊ നമ്മുടെ റയാൻ നീ എല്ലാം ശരിയായിട്ടാണ് ചെയ്തത് നമ്മുടെ ഹീറോയോട് പറയുമ്പോ അത് കേട്ട് നമ്മുടെ ഹീറോ അങ്ങനെയാണോ, നിങ്ങൾ പറഞ്ഞാൽ അത് സത്യമായിരിക്കുമെന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പൊ റയാനും നമ്മുടെ ഹീറോയുടെ കയ്യിൽ പിടിച്ച് ഇപ്പൊ ഞാൻ പോവാ, പ്രധാനപ്പെട്ട ജോലിയുണ്ട്, നീ സമാധാനായിട്ട് ഇരിക്കുന്നു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയും ചിരിച്ചോണ്ട് ശരിയെന്ന് പറയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ശിക്ഷിക്കപ്പെടുന്ന ഡയാനയെയാണ്. അവൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളവുമായി പോകുമ്പോൾ അത് നിലത്ത് മറിയുന്നു. ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന വടൻ ചാട്ടവാർ കൊണ്ടടിച്ച് നീ എന്താ ഇവിടുത്തെ രാജകുമാരിയാണെന്നാണോ നിന്റെ വിചാരം എന്ന് ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡയാന ആ പാത്രം യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് ഡയാന നീ പറയുന്നത് ഇവിടെയുള്ളവരെല്ലാം കേൾക്കണമെന്നുണ്ടോ എന്ന് പറഞ്ഞ് അവിടുത്തെ പാത്രത്തിൽ ചവിട്ടി അവൾ അവളുടെ കാലിന് തന്നെ വേദനയാക്കാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഭടന്മാർ അങ്ങോട്ടേക്ക് മന്ത്രിയുടെ മോളെ കൊണ്ടുവന്നത്. അവൾ ഭടന്മാരോട് എന്റെ കയ്യിൽ നിന്ന് വിട്, നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, ഞാൻ മന്ത്രിന്റെ മോളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും അതിന് വില കൊടുക്കുന്ന പോയിട്ട് കേൾക്കുന്ന പോലും ഇല്ലായിരുന്നു. എന്നിട്ട് ഭടൻ അവളെ അകത്താക്കി പുറത്തു നിന്ന് പൂട്ടിയിട്ട് അവിടെ നിന്ന് പോവാൻ ചെയ്തത്. അപ്പൊ ഡയാന അവളെ നോക്കി ഇവളെ മഹാറാണി തന്നെയല്ലേ നിയമിച്ചത്, പിന്നെ ഇവളെന്താ ഇവിടെ എന്നൊക്കെ മനസ്സിൽ ആലോചിക്കാണ് ചെയ്യുന്നത്. അങ്ങനെ മന്ത്രിയുടെ മകൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന് ഒരു പാത്രം ചവിട്ടിയിട്ട് ഇവിടെ ഒരു പണിയും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഡയാന അവളെ തടയുന്നു. അപ്പൊ എപ്പിസോഡ് 8 ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.